Assalamu alaikum, good evening, namaskar. ഇവിടെ ഒത്തുതീർന്ന വിഷയം ഒരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വേദിയിലുള്ള സയ്യിദി സംസ്കൃതി മുൻമോയതി അവർ ഡോക്ടർ മുരളി കൃഷ്ണ, അതുപോലെ ബഷീർ തിക്കോടി, ഇത് മോഡറേറ്ററായിട്ടുള്ള വിജയ അബേൽ, എല്ലാവരും തന്നെ എന്നെ ഡോക്ടർ മുരളീകൃഷ്ണ അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ എന്നോട് വളരെ അടുപ്പവും പല വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് കാണുന്നതാണ്. ഇവരെല്ലാവരുടെയും കൂടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ഒരു വിഷയത്തിന് എന്നെ ഇവിടെ വിളിച്ചതും ആദ്യമായി സമാധാനത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ചില വാക്കുകൾ മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള വിഷയങ്ങൾ മാത്രമാണ്. മാറുന്ന മലയാളി, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യത്ത് 1990 വന്നപ്പോൾ ഞാൻ നമ്മളെ മലയാളികളെ കണ്ടിരുന്ന കാഴ്ചയും സറൗണ്ടിങ്സും സർക്കംസ്റ്റൻസും എല്ലാം ഒന്ന് ഓർത്തു പോവുകയാണ്. അന്ന് നൈറ്റ് റോഡുകളിൽ അവിടെയുള്ള ഷോപ്പുകളിലുള്ള പലരോടും എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ബന്ധുക്കൾ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഉച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ലേറ്റ് ഈവനിങ്ങുകളിലൊക്കെ ഞാൻ നൈറ്റ് റോഡിൽ പോയി ആ ഷോപ്പുകളിലൊക്കെ നടക്കുന്നു പോകുമ്പോൾ നമ്മളെ മലയാളികളെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അന്ന് പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനെയാണ് ഗൗരവമായി നമ്മളെല്ലാം പറഞ്ഞു വരുന്നത്. അന്ന് ഇറാൻ ഇറാഖിന്റെ യുദ്ധം കഴിഞ്ഞ ഉടനെ ഇറാനികൾ കുറെ ഇവിടെ ബിസിനസിന് വേണ്ടി വന്നിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സാവുകയോ പാസ്സാകാതെയോ വന്നിട്ടുള്ള കുറെ ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഷോപ്പിൽ പണിയെടുക്കുന്നവരുണ്ടായിരുന്നു, സെയിൽസ്മാനായിട്ടുണ്ടായിരുന്നു. മലയാള ഭാഷ അല്ലാതെ വേറൊരു ഭാഷ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോലും പോകാത്തവരാണ് ഇവിടെ വന്നിട്ടുള്ള പലരും. ആ സമയത്ത് ഈ ഭാഷയുമായിട്ട് വന്ന ഇറാനികള്